അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായി. അത് ഞാൻ അപ്പം തന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര, ഒരാൾക്കും ഇതൊന്നും ഉണ്ടാവരുത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ്. അത് ഭയങ്കര ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് നോക്കിയായിരിക്കും എനിക്ക് പറയാൻ അറിയില്ല. അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു ഓരോരുത്തർ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലെ എനിക്ക് വേറെ നിങ്ങൾ പൊക്കോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റും. വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ്. അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി, നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി, പക്ഷെ നമ്മൾ തളരരുത്. കാരണം നമുക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം, വിധി വാങ്ങിച്ചെടുക്കണം. കാരണം ഈ അതിജീവിത കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട്. ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന മെന്റൽ ട്രോമയ്ക്ക് ഒരു ക്വസ്റ്റ്യനാണ്. അവരെ ആര് സംരക്ഷിക്കപ്പെടും? ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമ ഉണ്ടാവാം. അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവും. ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി ഞാനൊരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും. കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട്. അതായത് ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടു, പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. കോടതി വ്യക്തമായി ഇത്ര 8 വർഷം നീണ്ട കേസല്ലേ ഇത്. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു, തെളിവുകളെല്ലാം നടന്നല്ലോ. ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധി ആയിരിക്കണം. 8 വർഷം അതിജീവിത കടന്നുപോയതാണ്. അപ്പോൾ ഒരു വിധി പറയുമ്പോൾ, ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം. എനിക്കിത് പറയാൻ പറ്റില്ല, ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധി അങ്ങേറ്റം ഭയത്തായ വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കാന്ന് പറയുന്ന അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം പോലും ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്ടീവ്, വക്കീലന്മാരെ, അതുപോലെ പി ടി തോമസ്, ലാൽ, ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിനുള്ളിലാണ് കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് അങ്ങേറ്റം ഹീനമായ ഒരു വിധിയാണ്. ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു പെൺകുട്ടിയുടെ ജീവിതം, 8 വർഷത്തെ അവരുടെ സമ്പുഷ്ടമായ ജീവിതത്തെ തകർത്തുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധി അനുകൂലമായതിന്റെ ഒരു സന്തോഷത്തിലാണ് നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്തായാലും കോടതിയുടെ ഈ ഒരു വിധി കേട്ട് ദിലീപ് ആരാധകർ എല്ലാവരും ആഹ്ലാദ തിമിർപ്പിലാണ്. ദിലീപ് ഏറെ കാലത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിച്ചു. നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായയും കരിയറിലെ സ്ഥാനവും തിരിച്ചു പിടിക്കലായിരിക്കും ഇനി ദിലീപിന്റെയും അനുകൂലികളുടെയും ശ്രമം. സിനിമാ സംഘടനകളിൽ പലതും കോടതി വിധി ചൂണ്ടിക്കാട്ടി ദിലീപിന് അനുകൂലമായിട്ട് നയമെടുക്കുന്നു എന്നുള്ള ഉറപ്പാണ്. നഷ്ടപ്പെട്ട പ്രതിച്ഛായ ഒരു പരിധിവരെ ദിലീപിനെ തിരിച്ചു പിടിക്കാനും കഴിഞ്ഞേക്കും. എന്നാൽ ഇതിന് സാധിക്കാത്തയാൾ ഒരുപക്ഷെ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനായിരിക്കും. ദിലീപ് തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും ഇവരുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങൾ വിചാരണ വേളയിൽ കോടതിയിൽ എത്തിയതുമാണ്. അതേസമയം തൃശൂരിലെ വീട്ടിലിരുന്നാണ് ആക്രമിക്കപ്പെട്ട നടി ഈ ഒരു കേസിന്റെ വിധി വരുമ്പോൾ എല്ലാം കേട്ടിരുന്നത്. 11 മണിക്ക് വിധി വരുമ്പോഴേക്കും അവൾ ഭക്ഷണമൊക്കെ കഴിച്ച് ടിവിക്ക് മുന്നിലിരുന്നുവെന്നും കൂടെ എല്ലാം പിന്തുണയുമായിട്ട് അവൾക്കൊപ്പം വീട്ടുകാരും ബന്ധുക്കളും സിനിമയിലെ കൂട്ടുകാരിയും സഹപ്രവർത്തകയുമായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ഉണ്ടായിരുന്നു. ഗൂഢാലോചന സംബന്ധിച്ച് തെളിവുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാണ് നടിയുടെ അടുത്ത ബന്ധുവും മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള രാജേഷ് ബി മേനോനും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നേർവിപരീതമായിട്ടുള്ള ഈ ഒരു വിധി വന്നപ്പോൾ ഷോക്കുണ്ടായി എന്നത് സത്യമാണ്. ഷോക്കുണ്ടെങ്കിലും അവൾ കരയുകയൊന്നും ചെയ്തില്ല എന്നും വൈകാതെ മാധ്യമങ്ങളെ കാണാൻ ശ്രമിക്കുമെന്നും അതും അഡ്വക്കേറ്റ്സുമായി ആലോചിച്ച് കോടതി വിധി കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതെന്ന് ബന്ധുക്കളും പറഞ്ഞു. നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നടിയുടെ തൃശ്ശൂരിലെ വീട്ടിലെത്തിയിരുന്നു. വിധി അറിഞ്ഞ ശേഷം ഭാഗ്യലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. 99% ഇതേ ഇവിടെ സംഭവിക്കൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. 4 വർഷം മുമ്പ് തൃശ്ശൂരിൽ അവളോടൊപ്പം എന്ന ഒരു പരിപാടി ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കടിച്ചു കയറാമെന്നു. കോടതിക്കെതിരെ അങ്ങനെ പറയരുത്, കേസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്ന് എഴുതി വെച്ചൊരു വിധി ഇന്ന് വായിച്ചതുപോലെ എനിക്ക് തോന്നിയുള്ളൂ. കാരണം അവൾക്ക് ആ കോടതിക്കുള്ളിൽ അവൾ മാത്രമല്ല, അവൾക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നവരെല്ലാവരും അനുഭവിച്ച ഒരു അനുഭവമുണ്ട്. അത് ഇന്ന് രാവിലെ പത്തുനിയോടൊപ്പം ജയിലിൽ കിടന്ന് പുള്ളി പറയുമ്പോൾ എന്താ ജിൻസൺ പറയുന്നത് കേട്ടു കോടതി മുറിക്കുള്ളിലെ എന്റെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് വിധി വരുന്നതിന് മുൻപേ ആ മനുഷ്യൻ പറയുന്ന കേട്ടു. ഇത് പലപ്പോഴും അവിടെ സാക്ഷി പലരും പറഞ്ഞിട്ടുണ്ട്.
അതിജീവിതയെ 9 ദിവസം അവിടെ നിർത്തി മാനസികമായി ആ 2 മണിക്കൂർ ആ പെൺകുട്ടി തെരുവിൽ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ക്രൂരത അതിന്റെ ഉള്ളിൽ ഈ 9 വക്കീലന്മാർ മാറി അവളോട് കാണിച്ചു. അതിനപ്പുറമൊന്നും ഇനി അവൾക്ക് ഷോക്ക് കൊടുക്കാനില്ല, അതിനപ്പുറം ഒന്നും വേദന അവൾക്ക് ഇനിയില്ല. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിനും ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എന്തായിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. അതിന് ഒരു മറിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുമായിരുന്നു. ഞാൻ 3 ദിവസമായിട്ട് ഞാൻ പറയായിരുന്നു, ഒരു മിറക്കിൾ സംഭവിക്കണം, എന്നാലേ ഇന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുള്ളൂ എന്ന്. അതെല്ലാവരും കഴിഞ്ഞ 3 ദിവസമായിട്ട് എന്റെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലെ ഓരോ മാധ്യമത്തിന് താഴെയും ജനങ്ങൾ പറയുന്ന ഒരു കമന്റ് കാണണം. അതിൽ വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ പേട്ടൻ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈ പറയുന്ന അവർ നീതി കിട്ടണമെന്നും അത് നമുക്കറിയാമല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന ഉത്തരം തന്നെയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ 1% ഒരു പ്രതീക്ഷ ഞാനിപ്പോ അവളോടൊപ്പമാണ്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് അവളോടൊപ്പം. അവൾക്ക് ഒരു കരുത്ത് എന്നും ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളോടൊപ്പം തന്നെയാണ്. അങ്ങനെയെങ്കിൽ അപ്പീൽ പോകാനുള്ള കരുത്ത് അവൾക്കുണ്ടെന്ന് പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് പോയേ പറ്റൂ. കാരണം ഇത്രയധികം തെളിവുകളും ഇത്രയധികം സാക്ഷിമൊഴികളും ഉണ്ടായിട്ടും അത് ബോധ്യം വന്നില്ല എങ്കിൽ അത് ബോധ്യപ്പെടുന്ന കോടതികൾ ഇവിടെ ഉണ്ടാകുമല്ലോ. അത് ബോധ്യപ്പെടുന്ന കോടതി 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷേ കോടതി കണ്ടെത്തേണ്ട കാര്യം ഈ 6 പേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്, ഈ കുറ്റത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത്, ആരാണ് ഇവരെ പറഞ്ഞയച്ചത്, അത് കണ്ടുപിടിക്കണ്ടേ. ഇത് ഇന്ന ആളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയല്ല, ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ആളെ കണ്ടുപിടിക്കാൻ എന്ത് പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല, ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അതിനെ അകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്ക് സാധിച്ചില്ല. വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ പ്രോസിക്യൂഷൻ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു. കാര്യത്തിൽ ഉറപ്പാണല്ലോ ഈ പ്രതികൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ മറ്റൊരാൾ പറയാതെ അത് ചെയ്യില്ല ഈ സംഘം എന്നുള്ളത്. അവർ പൾസർ സുനി വളരെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട്, അദ്ദേഹത്തിന്റെ കത്തുണ്ടല്ലോ, കത്തെഴുതിയിരുന്നു. പിന്നെ ഈ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി പൾസർ സുനിയുടെ കത്തുൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും തെളിവായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. അപ്പോൾ വളരെ കൃത്യമായ വീഴ്ചയാണ് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭരണകൂടം വളരെ കൃത്യമായി ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മമ്മൂട്ടി ദിലീപിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താനായിട്ട്. തെളിവുണ്ട്, ഞങ്ങൾക്കുണ്ട് തെളിവ്. പക്ഷെ അവരാരും തന്നെ പ്രതികളല്ല, പക്ഷെ പ്രകൃതിയിൽ നിന്നും അവർക്ക് കിട്ടും. ആണ് എന്റെ ഒരു കാഴ്ച. ഇവിടെ നടി ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായിരിക്കുകയാണ് ദിലീപ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കോടതി ശിക്ഷിച്ചപ്പോൾ 8-ാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിടുകയായിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് 6 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ശിക്ഷാവിധിയിൽ വെള്ളിയാഴ്ച കോടതിയിൽ വാദവും നടക്കും. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടപ്പോൾ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്കെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് 7 മുതൽ 10 വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിടുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും കേസിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന നിലയിലായിരുന്നു ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ബലാത്സംഗം കുറ്റം ചുമത്തിയത്. ദിലീപിനെതിരായിട്ടുള്ള നിരവധി തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നെങ്കിലും ഇതൊന്നും 8-ാം പ്രതിയുടെ പങ്ക് തെളിയിക്കുന്നതിലേക്ക് നയിക്കുന്നില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. വിധി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വിധി പകർപ്പ് പുറത്തു വന്നതോടെ ലഭ്യമാകും. എന്നാൽ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ തന്നെ ദിലീപ് നടത്തിയ ആദ്യത്തെ പ്രതികരണം മുൻ ഭാര്യ മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെയായിരുന്നു. സത്യത്തിൽ ദിലീപ് മഞ്ജു വാര്യരെ ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നത് പോലെ ഒരു ഫീലാണ് തോന്നിയത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ദിലീപ് നടത്തിയത്. സത്യം ജയിച്ചു. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. ഇവിടെ വന്നുടനെ ദിലീപ് മഞ്ജു വാര്യർക്കെതിരെയാണ് ആദ്യത്തെ പ്രതികരണം നടത്തിയത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? ജനങ്ങളുടെ ഇടയിൽ മഞ്ജുവിനെ ഇട്ടുകൊടുക്കുകയാണ് ദിലീപ് ചെയ്തത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ നിന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും കേസിൽ നിന്ന് 100% മോചനം ലഭിച്ചെന്ന് പറയാൻ കഴിയില്ല എന്നാണ് റിട്ടയർഡ് SP ആയിട്ടുള്ള ജോർജ് ജോസഫ് സർ പറയുന്നത്. കാരണം പ്രോസിക്യൂഷൻ ഇനി ഹൈക്കോടതിയിൽ പോകുമെന്നും ദിലീപിന് നഷ്ടപ്പെട്ട പ്രതാപം ഇനി ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നായിരുന്നു 1-ാം പ്രതി പൾസർ സുനിയുടെ സഹതടവുകാരനായിട്ടുള്ള ജിൻസൺ പറഞ്ഞത്. ദിലീപിന്റെ അഭിഭാഷകനായിട്ടുള്ള രാമൻ പിള്ള പറഞ്ഞെന്ന് പറഞ്ഞ് തന്നെ ഒരാൾ വിളിക്കുകയും
മൊഴി മാറ്റാൻ പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ അടങ്ങിയ ഓഡിയോ റെക്കോർഡ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ദിലീപിന് ശിക്ഷ ലഭിച്ചില്ല എന്നത് അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നാണ് ജിൻസ് പറഞ്ഞത്. മാതൃഭൂമി ന്യൂസിനോടായിരുന്നു അയാളുടെ പ്രതികരണം. എന്തായാലും ഈ ഒരു വിധി വന്നതിന് ശേഷം വിധി വരുമ്പോഴേക്കും പ്രോസിക്യൂഷൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും ബാക്കിയാകുകയാണ്. ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ള ചോദ്യം. 1 മുതൽ 6 വരെയുള്ള പ്രതികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇവർ എന്തിനാണ് നടിയെ ആക്രമിച്ചത്? ഇവർക്ക് നടിയുമായിട്ട് എന്താണ് ബന്ധം? നടിയെ മാത്രം എന്തിനവർ ലക്ഷ്യം വെച്ചു? ആർക്കു വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് വിധി വന്ന ശേഷവും ഉത്തരമില്ല എന്നാണ് പൊതുസമൂഹം പറയുന്നത്. എന്തായാലും ഈ വിധി സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിൽ ഒരു സംശയമില്ല. വിധി കേട്ടതിനു ശേഷം കോടതിയിൽ നിന്ന് പുറത്തു വന്ന ദിലീപിനെ ആരവങ്ങളോടെയായിരുന്നു ആരാധകർ വരവേറ്റത്. കോടതിക്ക് മുന്നിൽ ലഡു വിതരണവും ആരാധകർ നടത്തിയിരുന്നു. ലൈംഗിക അതിക്രമത്തിന് കൊട്ടേഷൻ നൽകി എന്നത് രാജ്യത്ത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത കേസിലെ 8.5 വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത്. ദിലീപ് ഉൾപ്പെടെ കേസിൽ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ദിലീപിന് കാവ്യ മാധവനുമായിട്ടുള്ള അവിഹിത ബന്ധം അതിജീവിത ദിലീപിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജുവിനെ അറിയിച്ചതിലെ നിരാശയാണ് അതിക്രമത്തിലേക്ക് വഴിതെളിച്ച വൈരാഗ്യം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ വാദം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കാവ്യ ദിലീപ് ബന്ധം ഇഴകീറി പരിശോധിച്ചു. കാവ്യയുടെ അടുത്ത സുഹൃത്തായിരുന്ന ഗായിക റിമി ടോമിയിൽ നിന്നടക്കം ഈ ബന്ധം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള മൊഴിയാണ് പോലീസിന് ലഭിച്ചത്. ഏറ്റവും ചർച്ചയായത് മഞ്ജു വാര്യരുടെ മൊഴി തന്നെയാണ്. ദിലീപുമായിട്ടുള്ള വിവാഹബന്ധം പിരിയാനുള്ള കാരണം മഞ്ജു പരസ്യമായിട്ട് പറഞ്ഞിരുന്നില്ല. സ്വകാര്യതയെ മാനിച്ച് പറയുന്നില്ല എന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. എന്നാൽ അതിജീവിതയുടെ കേസ് വന്നതോടെ വിഷയത്തെക്കുറിച്ച് കോടതിയിൽ മഞ്ജു വാര്യർ തുറന്നു സംസാരിച്ചു. ദിലീപുമായിട്ടുള്ള കാവ്യയുടെ ബന്ധം കണ്ടുപിടിച്ചതിനെ കുറിച്ചും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചും എല്ലാം മഞ്ജു സംസാരിച്ചു. കേസിൽ നിലവിൽ ഈ വാദമൊന്നും ദിലീപിനെതിരെയുള്ള തെളിവായില്ല. പക്ഷേ തന്റെ ജീവിതത്തിൽ ഉണ്ടായ അനീതി മഞ്ജു തുറന്നു പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഒരു പക്ഷേ ഈ കേസില്ലായിരുന്നുവെങ്കിൽ മഞ്ജു അതേക്കുറിച്ച് സംസാരിക്കുക പോലുമില്ലായിരുന്നു. കാവ്യ മാധവന് ഇത് വലിയ ആശ്വാസമായേനെ. കാരണം മഞ്ജുവിന്റെ മൊഴി ചാനലുകളിലൂടെ പുറത്തു വന്നതോടെ കാവ്യക്ക് നഷ്ടപ്പെട്ടത് തന്റെ പ്രതിച്ഛായയാണ്. മലയാളികൾ നെഞ്ചിലേറ്റിയ താരമാണ് മഞ്ജു. മഞ്ജുവിന്റെ കുടുംബം തകർത്തവൾ എന്ന ഒരു കുറ്റപ്പെടുത്തൽ കാവ്യയുടെ മേലെ ആണിയടിച്ചതുപോലെ തറയ്ക്കപ്പെട്ടു. ഇനി ഇതിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് കാവ്യക്ക് എളുപ്പമല്ല. കേസിൽ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞതിനാലും ദിലീപിന് കുറ്റപ്പെടുത്തലുകളെ എതിർക്കാം. എന്നാൽ ഈ വിഷയത്തിൽ കാവ്യക്കും ദിലീപിനും എന്തായിരിക്കും മറുപടി എന്ന് വ്യക്തമല്ല. കാവ്യയല്ല താനും മഞ്ജുമായിട്ടുള്ള വിവാഹമോചനത്തിന് കാരണമെന്ന് ദിലീപ് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്.